എരുമേലി മുക്കൂട്ടുതറയിൽ നിന്നും ഒരു 8 വർഷം മുമ്പ് കാണാതായ ജസ്ന മരിയ ജെയിംസിൻ്റെ കേസിന് വീണ്ടും പതുക്കെ ജീവൻ വെച്ച് വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് അത് സംഭവം ഇങ്ങനെ പെട്ടെന്ന് അന്വേഷണം വരുന്നു, അല്ലെങ്കിൽ ജസ്ന അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ വാർത്തകൾ പുറത്ത് വരും, പിന്നെ വീണ്ടും അതങ്ങ് മായുകയാണ് പതിവ് സാധാരണഗതിയിൽ. ഇപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ ജസ്റ്റിസ് പി കുഞ്ഞകൃഷ്ണനാണെന്ന് തോന്നുന്നു അതിൽ ഇത് സംബന്ധിച്ച് 6 മാസത്തിനകം ഇത് CBI ആയിരുന്നല്ലോ ഒടുവിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. CBI തുമ്പില്ലാത്തതിനാൽ ഈ അന്വേഷണം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് നേരത്തെ കൊടുത്തതാണ്. അത് പൂർണ്ണമായിട്ടും അത് ക്ലോസ് ചെയ്തിരുന്നില്ല. ഇൻ കേസ് എന്തെങ്കിലും ലീഡ്സ് കിട്ടിയാൽ നമ്മളത് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം മുമ്പ് ഈ ജസ്ന കേസ് ഒരു 6 മാസത്തിനകത്ത് വീണ്ടും CBI ക്യാമ്പ് തുറന്നു. CBI ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇവർക്ക് നിർണായക ലീഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഇത് ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ ജസ്നയുടെ ഒരു സുഹൃത്ത്, ഇടുക്കി സ്വദേശിയായ ഒരു സുഹൃത്ത്, ഈ സുഹൃത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. CBI അനാവശ്യമായിട്ട് അയാളെ ചോദ്യം ചെയ്യുന്നു, CBI അനാവശ്യമായിട്ട് അയാളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കും. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ്റെ ബെഞ്ചിലായിരുന്നു. അദ്ദേഹം CBIയോട് റിപ്പോർട്ട് ചോദിച്ചു. CBIയുടെ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ CBI പറഞ്ഞ റിപ്പോർട്ടിൽ CBIക്ക് ഇയാളിൽ നല്ല സംശയമുണ്ട്. വീണ്ടും അവർ അങ്ങനെ തന്നെ പറയുകയാണ്, ഇയാളിൽ നല്ല സംശയമുണ്ട്. മാത്രമല്ല ഇയാൾ ഈ കേസിനകത്തൊരു നിർണായക കക്ഷിയാണ്. അതുകൊണ്ട് അയാളെ വിളിക്കുകയും അയാളോട് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് നിർത്താൻ സാധിക്കില്ല എന്നാണ് CBI അറിയിച്ചത്. അങ്ങനെ അതുകൊണ്ട് ഇയാൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് CBI അത് മുദ്രവെച്ച കവറിൽ കൊടുത്തു. ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അയാൾക്കെതിരെയുള്ള അന്വേഷണം തുടരാം, CBIക്ക് അന്വേഷണം തുടരാം. പക്ഷേ 6 മാസത്തിനകം അന്വേഷണം അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലാണ് ഇതിനൊരു പ്രധാന കാരണമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ദുരൂഹതയായി ഇപ്പോഴും തുടരുകയാണ്. ജസ്റ്റിന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടന്ന പല ഇത്തരം കാണാതാകലുകളുടെയും മരണങ്ങളുടെയൊക്കെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും ആർക്കും മനസ്സിലാവാത്ത ഒരു സംഭവം, ഒരു പ്രഹേളിക എന്നൊക്കെ പറയാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല ഇതിലൊന്നും. നമുക്കറിയാം ഈ സുകുമാരക്കുറുപ്പിൻ്റെ കേസ്, അതായത് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളും ശാസ്ത്രവും ഒന്നും ഒരുപാട് പുരോഗമിക്കുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയായിരുന്നു സുകുമാരക്കുറുപ്പിൻ്റേത്. അപ്പം അന്ന് സുകുമാരക്കുറുപ്പിനെ മുങ്ങിയതാണ്. ഈ ചാക്കോ വധക്കേസിന് ശേഷം സുകുമാരക്കുറുപ്പ് മുങ്ങുകയാണ്. അങ്ങേര് മുങ്ങിയിട്ട് പിന്നെ ഇന്നേ വരെ അങ്ങേരെ ആരും ആ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള അത് ഈസി ആയിട്ട് പറ്റുമായിരുന്നു. അന്ന് ആയതുകൊണ്ടാണത്. കാരണം സുകുമാരക്കുറുപ്പിനെ അന്ന് ഒരു കാറിൽ കയറ്റി കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലാണ് അവർ കൊണ്ടുവിട്ടത്. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുക. കായംകുളത്തല്ല, കായംകുളത്തുനിന്ന് പിക്ക് ചെയ്തിട്ട് കൊട്ടാരക്കര കൊണ്ടുവന്ന് വിട്ടു. അല്ല, ഇദ്ദേഹം റെയിൽപാളത്തിലൂടെ ഇവർ സഞ്ചരിച്ച് കായംകുളത്തെങ്ങാണ്ട് ചെന്നിട്ടാണ് അവിടുന്ന് കൊട്ടാരക്കരയ്ക്ക് പോയതെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ, അപ്പോൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവിട്ട സ്ഥിതിക്ക് കൊട്ടാരക്കര റെയിൽവേയിലേയും പോകുന്നത് തമിഴ്നാട്ടിലേക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ചെങ്കോട്ടയ്ക്കാണ് അത് പോകുന്നത്. അപ്പോൾ ആ വഴിക്കാവണം അന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് എന്നറിയാം. ആ റൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പൊതുവഴി മാർഗം അല്ലാത്തതുകൊണ്ട് ആരും സംശയിക്കില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ അടുത്ത കാലത്താണ് ആ ലൈൻ ബ്രോഡ് ഗേജ് ആക്കിയത്. ഇത് മീറ്റർ ഗേജ് ആയിരുന്നു. ആ മീറ്റർ ഗേജ് വണ്ടിക്ക് ഒരു ഭംഗിയുണ്ടായിരുന്നു. ഈ വണ്ടിയിലെ യാത്ര ഒരു അനുഭവമായിരുന്നു. ഇതിന്റെ അവസാന കാലത്തെ യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് പേര് ഈ വണ്ടിയിൽ തിക്കിക്കൂടിയിരുന്നു. മീറ്റർ ഗേജ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമേ ഇല്ലാതായി. കാരണം ഇതിന്റെ ബോഗികളും ഒക്കെ ചെറിയ തീപ്പെട്ടിക്കൂട് പോലെയുള്ള ബോഗികളും മറ്റുമൊക്കെ ആയിരുന്നു. എന്താണെങ്കിലും ശരി, നല്ല അന്വേഷണം കേരള പോലീസ് നടത്തിയെങ്കിലും സുകുമാരക്കുറുപ്പ് മരിച്ചോ ജീവിച്ചോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും തർക്കം നടന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു തിരോധാനം, ജസ്നയുടെ തിരോധാനം 2018 മാർച്ച് 22-നാണ്. ഇത് മുക്കൂട്ടുതറയിലാണ് ഈ കുട്ടിയുടെ വീട്. അപ്പം അമ്മ മരിച്ചു പോയതാണ്. അപ്പം അച്ഛനും ആങ്ങളമാരും ഒക്കെ ആയിട്ടാണ്, അല്ല ഒരാങ്ങളെയും ഒരു സഹോദരിയാണെന്ന് തോന്നുന്നത്. ഈ കാഞ്ഞിരപ്പള്ളി SD കോളേജിലാണ് പഠിക്കുന്നത്. അവിടേക്ക് പോയതാണ് എന്ന് പറയുന്നു. അതിനുശേഷം പറഞ്ഞുകൊണ്ട് പലതവണ ഈ CCTV ചിത്രങ്ങളും വിഷ്വൽസും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് വിഷ്വൽസ് വന്നു. നമ്മൾ ഞാനാണെങ്കിൽ അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ തിരോധാനം ആദ്യം ഒരു സാധാ തിരോധാനം പോലെ തന്നെയായിരുന്നു. എന്നിട്ട് ഇവർ ഈ പിതാവും ആങ്ങളെയൊക്കെ പരാതി കൊടുത്തതിന് ശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തുന്ന സമയത്താണ് ശരിക്കും ഇതൊരു വലിയ വിഷയമായിട്ട് മാറുന്നത്. അത് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്ത് മറുനാടൻ മലയാളിയാണ്. അത് പിന്നീട് ദിനപത്രങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പോഴും
അതൊരു വലിയ വർത്തമാനം അല്ലെങ്കിൽ ഒരു വാർത്തയായിട്ട് അതിനകത്ത് വരുന്നില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഇത് പതുക്കെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായി മാറി. ഈ ജസ്ന കേസ് തന്നെ കേരളത്തിലെ തന്നെ ഒരു വലിയ ഒരു തിരോധാന കേസുകളിലൊന്നായിട്ട് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചില ആരോപണങ്ങൾ അന്ന് ഉയർന്നിരുന്നു. എന്തൊക്കെ കഥകളാണ്. ജസ്ന പ്രസവിച്ച് കുഞ്ഞു വരെ ഉണ്ടായിരുന്ന വരെയുള്ള കഥകൾ വന്നു. ജസ്നയുടെ വിവാഹം കഴിഞ്ഞ് ജസ്ന ഭർത്താവുമൊത്ത് ചെന്നൈയിൽ താമസിക്കുന്നു, മൈസൂരിൽ താമസിക്കുന്നു, കർണാടകത്തിൽ താമസിക്കുന്നു. ഒരു തവണ ഒരു ഇൻഫർമേഷൻ കൊടുത്തത് ആൻ്റോ ആൻ്റണി MP ആണ്. ജസ്ന ഒരു ചെറുപ്പക്കാരനൊപ്പം അവിടെ മൈസൂരിലുള്ള ഒരു ആശ്രമത്തിൽ, ഒരു ക്രൈസ്തവ ആശ്രമത്തിൽ ചെല്ലുന്നെന്നും അവിടുത്തെ പുരോഹിതന്മാരടക്കം ഇത് സാക്ഷി പറയാൻ വന്നു. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് വന്നത്. പിന്നീടാണ് ഈ കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചു. ഇതിനായിട്ട് അവർ വളരെയധികം കഷ്ടപ്പെട്ടു. നമ്മുടെ ആ പരുന്തുംപാറ, അതുപോലെ ടൂറിസം സെൻറ്റേഴ്സ്, പരുന്തുംപാറയിലെ കൊക്ക, ശബരിമല വനങ്ങൾ എല്ലായിടത്തും ഇതാരെങ്കിലും കൊന്ന് കുഴിച്ചിട്ടതാണോ എന്നറിയാൻ വേണ്ടി, മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നതുപോലും ഇപ്പോഴും അറിയില്ല. പിന്നെ ഒരുപാട് CCTV ദൃശ്യങ്ങൾ, ഈ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ ഒരു കടയിൽ പതിഞ്ഞ ഒരു CCTVയിൽ ഈ വണ്ടിയുടെ മുന്നിലിരുന്ന് ജസ്ന വരുന്നത് സംബന്ധിച്ച് നമ്മൾ തന്നെ പുറത്തുവിട്ട ഒരു CCTV ദൃശ്യമുണ്ട്. ബംഗളൂരുവിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ സ്ഥിരമായിട്ട് വന്ന ഒരു മലയാളിയാണ് അതിനെക്കുറിച്ചൊരു ലീഡ്സ് നമുക്ക് തന്നത്. അപ്പോൾ അതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമ്മളവിടെ സംഘടിപ്പിച്ചു, നമ്മളത് കൊടുത്തു. അതിൻ്റെ പിന്നാലെ ഇവിടുന്ന് ക്രൈംബ്രാഞ്ച് പോലീസ് അന്വേഷിച്ച് പോയി. അന്വേഷിച്ച് അവിടെ ചെന്ന് അവർ ഈ പോലീസ് ചെല്ലുന്ന ദിവസം മാത്രം ഇയാളെ കാണത്തില്ല. അല്ലാതെ ഈ ജസ്റ്റിനോട് നല്ല രൂപസാദൃശ്യമുണ്ട്, കണ്ണാടി ഇല്ല എന്നുള്ള ഇതേ ഉള്ളൂ, പല്ലിന് കമ്പിയിട്ടതാണ്. അല്ലാത്ത ദിവസമല്ല ഈ കുട്ടി ഇതേവഴി പോകുന്നുണ്ട്. പോലീസ് അവിടെ എത്തി എന്നറിഞ്ഞതിന് ശേഷം ഈ കുട്ടി അവിടെ കാണാനില്ല, വരത്തില്ല. ഈ പറഞ്ഞ ആളിനെ, ഇത് ജസ്നയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല, പക്ഷേ പോലീസ് അവിടെ നിന്ന് മാറുന്ന ദിവസങ്ങളിൽ ആ കുട്ടി അതുവഴി പോകുന്നതും കാണാമായിരുന്നു. അന്വേഷിച്ച അവസാനം അവരത് ജസ്ന അല്ല എന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്താണെങ്കിലും വലിയൊരു ദുരൂഹതയാണ്. ഇതിൻ്റെ പേരിൽ കുടുംബാംഗങ്ങളെ വരെ സംശയിക്കുന്ന രീതിയിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു അന്ന് PC ജോർജ് നടത്തിയ ചില പരാമർശങ്ങളൊക്കെ അന്ന് വിവാദമായിരുന്നു. ഈ പെങ്ങളുടെ അച്ഛനുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോൾ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ആർക്കും ഇപ്പോഴും ഒരു എത്തിപ്പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവർ ഈ വീട്ടുകാർ ഇതിന് പിന്നാലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്ന് കഴിഞ്ഞാൽ ഇവരെയൊക്കെ പലതവണ ചോദ്യം ചെയ്ത് പല തരത്തിലുള്ള ഇത് നടത്തി നോക്കി. എന്നാൽ ലോക്കൽ പോലീസ് കണ്ടെത്തിയതിനപ്പുറം ഒന്നും ഇവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ക്രൈംബ്രാഞ്ച് DGP ആയിരുന്ന ഇദ്ദേഹം ടോമിൻ തച്ചങ്കരി ഇതിനെക്കുറിച്ച് സൂചന കിട്ടി. ജസ്നയെ ഉടനെ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് കോവിഡ് കാലത്ത് ഒരു പത്രസമ്മേളനം നടത്തി. അന്ന് ഇതിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന KG സൈമനാണ്. KG സൈമൺ ഇതിനകത്ത് കയറി ഉടക്കി. അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ SP ആയിരിക്കുന്ന സമയത്തും ഇദ്ദേഹമാണ് പത്തനംതിട്ട SP. അദ്ദേഹം തന്നെയായിരുന്നു ഈ കേസ് അന്വേഷിക്കുന്നത്. അതിലൊക്കെ ഉപരി അന്ന് ഈ ടോമിൻ തച്ചക്കരി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ സമയത്ത് തിരുവല്ലയിലെ ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്നു ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇദ്ദേഹത്തെ വിളിക്കും, ഇതിനകത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു സൂചനയുമില്ല, അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും നമുക്കറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് ഇന്നേ വരെ ഒരു സൂചനയും കിട്ടില്ല. ഞങ്ങൾ എവിടൊക്കെ എന്തൊക്കെ എത്രയോ സ്ഥലത്തു നിന്ന് കോള് വരുന്നുണ്ട്, ദാണ്ട് ജസ്ന ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ വിളിക്കുന്നിടത്തെല്ലാം ഇവർ ചെല്ലുകയാണ്. ജസ്ന ഇവിടെ ബസ് സ്റ്റാൻഡിലുണ്ട്, ദാണ്ട് ഇവിടെ ആന്ധ്രാപ്രദേശിലെ ഒരു ബസ് സ്റ്റാൻഡ് ഞാൻ കണ്ടു, അല്ലെ കർണാടകത്തിൽ കണ്ടു, മലപ്പുറത്ത് കണ്ടെന്ന് പറഞ്ഞ് മലപ്പുറത്ത് പോയി, പാർക്കിൽ കണ്ടു, അങ്ങനെ പല സ്ഥലത്ത് കണ്ടു എന്നും പറഞ്ഞ് ഇവർ പോകാത്ത സ്ഥലമില്ല. ഇവരുടെ പരിപാടി മുഴുവൻ ഇതിൻ്റെ പുറകെ ഓടി നടക്കില്ല. ആലപ്പുഴയിലെ രാഹുൽ എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടി എന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഒരു യുവാവായിരുന്നേനെ. പക്ഷേ ആ കുട്ടിയെക്കുറിച്ച് പിന്നെ ആ തിരോധാനത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഒരാളൊന്നിനും ഞാനാണ് കൊന്നെന്ന് അവകാശപ്പെടുന്ന ഒരുത്തം അവസാനം അയാൾ മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് മനസ്സിലായി അയാളെ പറഞ്ഞു വിട്ടു. ആ വീട്ടുകാർ ആകെ വല്ലാതെ വേദനിച്ചൊരു സംഭവം. നമ്മൾ നേരത്തെ ഒരു ചാനൽ ജോലിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാറുണ്ടായിരുന്നു രാഹുലിൻ്റെ തിരോധാനം. ഈ തിരോധാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയില്ല എന്ന് പറയുന്നത്. ഇതിനകത്തെ ഒരു പ്രശ്നം എന്താ, ഈ ആൾ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അവർ കാണാതെ പോയി ആളെ കണ്ടെത്തുന്നിടം വരെ ആ ആൾ മരിച്ചോ ജീവിച്ചോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. കിംവദന്തികൾ ഒരുപാട് കിംവദന്തികൾ വരും. പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത്രയും തെളിവ് രഹിതമായിട്ട് എങ്ങനെ ഒരാൾ
ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷയായി എന്നുള്ളത്. ഇതുപോലെ ഓർമ്മയുണ്ട്, കോട്ടയം ഭാഗത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ കാർ എടുത്തുകൊണ്ട് പോയിട്ട് അവർ പിന്നെ കാണാതായി. കണ്ടിട്ടില്ല. കോട്ടയം ജില്ലയിൽ ആ സ്ഥലത്തിന്റെ പേര് അങ്ങ് മറന്നു. ഒരു കാറുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ശബരിമലയിൽ ഒരു യുവാവിനെ കാണാതായിട്ടുണ്ടായിരുന്നു. എത്രയോ വർഷമായി. അത് കൊന്ന കാട്ടി കുഴിച്ചു മൂടി എന്നാണ് പറയപ്പെടുന്നത്. അത് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം ഈ യുവാവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായവരൊക്കെ ഓരോന്നോരോന്നായിട്ട് ദുർമരണപ്പെട്ടു പോകുന്ന ഒരു തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചിട്ടുണ്ട്. ഉണ്ട്. ഇതിനകത്ത് ബന്ധപ്പെട്ട ആള് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരെ മരിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ തന്നെ അതിൻ്റെ എല്ലാം ഈ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ പറയുന്നുണ്ട്. അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ ഇങ്ങനൊരു സംഭവം നടത്തിയിട്ട് ഇവരാരും അങ്ങനെ വെറുതെ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഗവിയിൽ ഒരു തമിഴ് വംശജ, ശ്രീലങ്കൻ തമിഴ് വംശജ പനബകലക്ഷ്മി എന്ന് പറഞ്ഞു, അവരെ കാണാതായി. പൂലോകലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ അവരെ കാണാനായിട്ട് ഈ 15 വർഷത്തോളം ഒരു അനക്കവുമില്ല. നമ്മളൊക്കെ അത് പിന്നീട് അതിൻ്റെ പുറകെ പോയി സ്റ്റോറി ചെയ്തിട്ടുള്ളതാണ്. പൂലോകലക്ഷ്മി എവിടെ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഈ ജസ്ന എവിടെ, ഈ പറയുന്ന അഭിലാഷ് എന്ന് പറയുന്ന നാരങ്ങാനത്തു നിന്ന് പോയിട്ടുള്ള ആള്, അയാൾ എവിടെ? മാത്രമല്ല കേരള രാഷ്ട്രീയത്തെ പോലും പിടിച്ചു വലിക്കൊരു തിരോധാനം ഉണ്ടായിട്ടുണ്ട് സരസന്റെ ചവറയിൽ. അതെ, 80കളുടെ ആദ്യം സരസനെ കാണാതായി. അവസാനം സരസൻ അന്ന് ബേബി ജോണിന്റെ തലയ്ക്ക് വെച്ചു. ബേബി ജോണിന്റെ വളരെ വിശ്വസ്തരായ അനുയായികളായിരുന്നു പലരും വന്ന് പിടിച്ചോണ്ട് പോയി. അന്ന് RSP LDFിന്റെ ഭാഗമായിരുന്നല്ലോ. അതിഭീകര ചവറ വാസുള്ള മാറ്റാണ് ഇതിൻ്റെ പേര്. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു RSP. അതൊക്കെ ഭീകരമായ മർദ്ദനമേറ്റു. ഈ സരസൻ ഈ ഇവരുടെ യൂണിയൻകാരനാണ്, UTC യൂണിയൻകാരനായിരുന്നു. അത് വിട്ടുപോയി കോൺഗ്രസ് യൂണിയനിൽ ചേർന്ന്. അങ്ങനെ എന്തൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇയാൾ അപ്രത്യക്ഷനാകുന്നു. ഇയാളെ ബേബി ജോണിൻ്റെ ആളുകൾ കൊണ്ട് കൊന്ന് കടലിൽ വെട്ടിമുറിച്ച് ഉൾക്കടലിൽ കൊണ്ട് കളഞ്ഞു, ബോട്ടിൽ കൊണ്ട്. അതേപോലെ ഫിഷിംഗ് വ്യവസായം കൂടെ ആയതുകൊണ്ട് കൊണ്ട് കളഞ്ഞു എന്നുള്ള രീതിയിലാണ് പോയത്. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ബേബി ജോണിനെതിരെ പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം സരസന്റെ തിരോധാനം. സരസന്റെ കൊലയാളി എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. അല്ല, അത് ജയിച്ചു 1000 താഴെ വോട്ട്, 600-700 വോട്ടിന് ജയിച്ചു. ബേബി ജോൺ സാറിന് 16-26 വോട്ട് ജയിക്കുന്ന ബേബി ജോൺ അന്ന് ജയിച്ച 600 ചില്ലറ വോട്ടിനാണ്. ഉരുണ്ട് വീണ് ജയിച്ചു തന്നെ. അവസാനം സരസൻ തിരിച്ചു വന്നു. കുറേ നാളെ സരസൻ കർണാടകത്തിലുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരുണ്ട് ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും സരസൻ പ്രത്യക്ഷപ്പെടുന്നു. സരസനെ പിടിച്ചോണ്ട് വന്നു, പോലീസ് പിടിച്ചോണ്ട് വരുന്നു. സരസൻ അയാൾ ഈ ഇന്ത്യൻ റെയർ എർത്ത് IRE എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. അയാൾ പിന്നെ എൻ്റെ ഒരു നമ്മളൊരു സുഹൃത്ത് ഒരിക്കൽ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു പാറശാല ഉള്ള ഒരു ബാറിൽ വെച്ച് ഒരിക്കൽ ഇദ്ദേഹം അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. സരസൻ അവിടെ ഇത് ആരെന്നറിയില്ലായിരുന്നു. പൈസ കൊടുക്കാൻ വിസമ്മതിച്ച് അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്നെ കേരളം മുഴുവൻ അറിയാം, ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇത് ആരാന്ന് വെച്ചാൽ സിനിമാടനോ രാഷ്ട്രീയതാവുന്നില്ലപ്പോൾ ഞാനാണ് ചവറ സരസൻ. ബേബി ജോണിനെ വെള്ളം കുടിപ്പിച്ചവരാണ് ഞാൻ അന്ന് പുള്ളി അവിടെ നിന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ പുള്ളി മനഃപൂർവ്വം പോയതാണെന്നുള്ളത് സത്യമാണ്. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് 7 വർഷം ഒരാളെ അപ്രത്യക്ഷനായി കഴിഞ്ഞാൽ മരിച്ചതായിട്ട് കണക്കാക്കും. പിന്നെ അതനുസരിച്ച് അവരുടെ ഈ ബന്ധുക്കൾക്ക് ഇത് കിട്ടും. പക്ഷെ അങ്ങനെ മരിച്ചതായിട്ട് കണക്കാക്കാത്ത ഒറ്റയാളേ ഉള്ളൂ, സുകുമാരക്കുറുപ്പ്. അത് മാത്രമേ ഉള്ളൂ. സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഈ 7 വർഷത്തിന് ശേഷം സത്യത്തിൽ സുകുമാരക്കുറുപ്പിന് നാട്ടിൽ വരാവുന്നതാണ്. മരിച്ചുപോയി എന്ന് പറയുമ്പോൾ തിരിച്ചു വരാവുന്നതായിരുന്നു. എന്താണെങ്കിലും ശരി, ഈ ജസ്ന കേസ് വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി മലയാളി ഓരോരുത്തരും കാണുന്ന ഒരു സംഭവമാണ്. ഇന്നും പ്രതീക്ഷയോടെ ഇരിക്കുന്നു. ജസ്ന ജീവിച്ചിരിപ്പുണ്ട്, തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്നു. എന്താണെങ്കിലും CBI അന്വേഷണം എന്തായാലും 6 മാസത്തെ കൂടെ നീട്ടി കൊടുത്തിരിക്കുകയാണ്. എന്തുണ്ടാകും എന്ന് നമുക്ക് നോക്കാം.